താമരശ്ശേരി ചുരത്തിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട മന്ത്രി കെ രാജൻ അടിയന്തര യോഗം വിളിച്ചു. ഓൺലൈനായി നടക്കുന്ന യോഗം ഉടൻ ആരംഭിക്കും. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വയനാട്ടിൽ ലക്കിടിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുകയാണ്. സുർജിത്ത്, നിലവിൽ വാഹനങ്ങൾ കടത്തിവിടാനാകാത്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ്. അതിനിടെ ഇപ്പോൾ മന്ത്രി കെ രാജൻ അടിയന്തര യോഗവും വിളിച്ചിട്ടുണ്ട്. അവശ്യ വാഹനങ്ങൾ മാത്രമേ നിലവിൽ കടത്തിവിടൂ എന്നുള്ള ആ തീരുമാനത്തിൽ തന്നെയാണോ അധികൃതർ ഉറച്ചു നിൽക്കുന്നത്? അവിടെയുള്ള സാഹചര്യം എങ്ങനെയാണിപ്പോൾ? പ്രവിത, ഈ കഴിഞ്ഞ ദിവസം മലയിടിഞ്ഞ ആ സ്ഥലത്ത് നിന്ന് വീണ്ടും മലയിടിച്ചിൽ ഉണ്ടായി. അതായത് അടർന്നു നിൽക്കുന്ന പാറകളും മണ്ണും കുത്തിയൊലിച്ചെത്തി. അതിന് കാരണം കനത്ത മഴയായിരുന്നു. ഇതാണ് വലിയ പ്രതിസന്ധിയായി മാറിയത്. സ്വാഭാവികമായും ഈ ചുരം പാത അടയ്ക്കാതെ മറ്റൊരു വഴിയും അധികൃതർക്ക് മുന്നിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പാത അടയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്ന് രാത്രി ചില ഇരുചക്ര വാഹനങ്ങൾ, അതായത് അടിവാരത്തേക്കൊക്കെ പോകുന്ന അധിക ദൂരം പോകാത്ത ഇരുചക്ര വാഹനങ്ങളെ പൂർണ്ണമായും വിട്ടയച്ചു. അതിനുശേഷം വീണ്ടും പാത അടയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഫലത്തിൽ ഇന്നലെയും ഇന്നുമായി ചുരം പാത അടഞ്ഞുകിടക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലുള്ള ആശങ്ക തന്നെ ഉണ്ടാക്കുന്ന പശ്ചാത്തലമാണ്. പ്രത്യേകിച്ച് കുറ്റ്യാടി ചുരത്തിൽ സമാന്തരമായി ഉപയോഗിക്കുന്ന കുറ്റ്യാടി ചുരം, ആ ചുരത്തിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലേക്ക് പോകാനുള്ള നാടുകാണി ചുരത്തിലും സമാനമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അതായത് പലപ്പോഴും രൂക്ഷമായ ഗതാഗതക്കുരുക്ക്, വാഹന ബാഹുല്യം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രതിസന്ധി. എന്തായാലും ഈ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത് തുടർച്ചയാകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള യാത്ര, താമരശ്ശേരി ചുരം വഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ചില അടിയന്തര ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ അടിയന്തരമായി യോഗം ചേരുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട യോഗം ഓൺലൈൻ വഴി നടക്കും. ഇതിൽ വയനാട് ജില്ലാ കളക്ടർ, മറ്റ് ഉദ്യോഗസ്ഥർ, കോഴിക്കോട് ജില്ലയിലെ ജില്ലാ കളക്ടർ അടക്കം ഇതിനകത്ത് പങ്കെടുക്കും. വലിയ വിമർശനം ടി സിദ്ദിഖ് MLA അടക്കം ഉന്നയിച്ചിരുന്നു. കാരണം ഇത്ര ദിവസമായിട്ട് പോലും കോഴിക്കോട് ജില്ലയുടെ പരിധിയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. അവിടുത്തെ കളക്ടർ എത്തി നോക്കിയില്ല എന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ, അസ്വാരസ്യങ്ങളെല്ലാം ഉയർന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനകത്ത് എന്താണ് സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുമെന്നുള്ളതാണ്. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി നിതിൻ ഗഡ്കരിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ ചുരത്തിന്റെ അവസ്ഥ, അതിൽ ഉണ്ടാകുന്ന മണ്ണിടിച്ചിലുകൾ തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം, അതിനുവേണ്ടി വിദഗ്ധ സമിതിയെ അയക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയായിട്ട് നിതിൻ ഗഡ്കരിക്ക് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സാഹചര്യം എന്ന പരിശോധന നടത്തണം എന്നുള്ളതാണ്. ഇത് ദേശീയപാതയുടെ ഭാഗമായ സ്ഥലമാണ്. സ്വാഭാവികമായും ആ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.